പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബോർവെൽ പമ്പുകളുടെ മേഖലയിൽ തന്നെ വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവന്നേക്കാവുന്ന ഒരു പുതിയ പ്രോഡക്റ്റാണ്. എല്ലാ സബ്മേഴ്സിബിൾ പമ്പുകൾക്കും ഓപ്പൺ വെൽ ആയിക്കോട്ടെ ബോർവെൽ ആയിക്കോട്ടെ അതിന് 3 വയറാണ് ലീഡ് വയറായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇതേപോലെ ഒരു പുതിയ പ്രോഡക്റ്റ് വരാൻ നേരത്തെ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഇതിൻ്റെ കൺസെപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ. ഇത് ബോർവെൽ പമ്പുകളെ സംബന്ധിച്ചൊരു പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കമായിരിക്കാം. 5.2 ആംപിയറാണ് ഇപ്പോഴത്തെ റീഡിങ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിനായിട്ട് ഒരു സാധാ ഒരു എക്സ്റ്റൻഷൻ ബോക്സിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ശക്തി ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പമ്പിന് 2 വയറേ ഉള്ളൂ, ഫേസും ന്യൂട്രലും മാത്രം. ബോർവെൽ പമ്പുകൾക്ക് മെയിനായിട്ട് വരുന്നൊരു കോംപ്ലിക്കേഷൻ അതിൻ്റെ പാനലും അതിൻ്റെ കേബിൾ ജോയിൻ്റ് അടിക്കുക അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോർവെൽ പമ്പുകളുടെ മേഖലയിൽ തന്നെ വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവന്നേക്കാവുന്ന ഒരു പുതിയ പ്രോഡക്റ്റാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ന് വരെ വന്നിരിക്കുന്ന എല്ലാ ബോർവെൽ പമ്പുകൾക്കും, സാധാരണ AC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പമ്പുകൾക്കും 3 വയർ അതിൽ നിന്ന് പുറത്തേക്ക് വരും. ഇങ്ങനെ 3 വയർ പുറത്തേക്ക് വന്ന് പുറത്തൊരു കപ്പാസിറ്റർ ബോക്സ് വെച്ചതിന് ശേഷം അതിലാണ് നമ്മൾ ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ശക്തി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പുതിയ പ്രീമിയം റേഞ്ച് പമ്പിൽ ആകെ ന്യൂട്രൽ ഫേസ് 2 വയർ മാത്രം പുറത്തേക്ക് വരുന്നൊരു മോഡലാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത ആകെ 2 വയർ ന്യൂട്രൽ ഫേസ് മാത്രമാണ് മോഡലിൽ നിന്ന് പുറത്തേക്ക് വരുന്നുള്ളൂ. അത് കൂടാതെ ഏകദേശം 60-65 മീറ്ററോളം കേബിൾ ലെങ്ത്ത് കമ്പനി തന്നെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് തന്നെ ലീഡ് വയർ ജോയിൻ്റ് അടിച്ച് 65 മീറ്റർ കേബിൾ സഹിതമാണ് ഈ മോട്ടർ വരുന്നത്. അപ്പോൾ ഈ മോട്ടറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ മോട്ടറിൻ്റെ മാനുഫാക്ചറിങ് രംഗത്ത് ഏകദേശം 40 വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള മെയിനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പുകൾ, ഇപ്പോൾ എൻ്റെ പുറകെ ഇരിക്കുന്ന ഇത് സാധാരണ നമ്മുടെ 3 ഫേസിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. ജസ്റ്റ് ഒരു മോഡൽ കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഇത് 6 ഇഞ്ചിൻ്റെ മോട്ടറാണ്. ഇവരുടെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന 304 ഗ്രേഡിലും 316 ഗ്രേഡിലൊക്കെ ഉള്ള കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പുകളാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാവുന്ന പോലെ തന്നെ സാധാരണ ബോർവെൽ പമ്പുകളുടെ കേസിംഗ് മാത്രമാണ് സ്റ്റീലായിട്ട് എല്ലാവരും കൊടുക്കാറ്. ഇതിൻ്റെ ഇമ്പലർ ഉൾപ്പെടെ കേസിംഗ് ഉൾപ്പെടെ ഫുൾ കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസ്ട്രക്ഷനിൽ വരുന്ന പമ്പുകളാണ് ശക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ 2 വയർ മാത്രം ന്യൂട്രലും ഫേസും മാത്രം പുറത്തേക്ക് വരുന്ന ആ ഒരു മോഡലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. 5 സ്റ്റാർ റേറ്റഡാണ് ഈ പമ്പുകളെല്ലാം വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഇതിൻ്റെ കൺസെപ്ഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ബിനിച്ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ബിനിച്ചേട്ടനെ ഞാൻ കൈമാറാം. ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ കുറച്ച് വീഡിയോകളിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, എൽദോസ് തന്നെയാണ് എല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ പുതുതായിട്ട് നമുക്ക് ഒരു പമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ശക്തി ബ്രാൻഡിൽ നിന്ന്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പുകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ശക്തി എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് പുതിയ ഒരു പ്രോഡക്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇത് അവരുടെ ഒരു 6 ഇഞ്ച് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 3 ഫേസ് മോഡലാണ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സബ്മേഴ്സിബിൾ പമ്പുകൾക്കും ഓപ്പൺ വെൽ ആയിക്കോട്ടെ ബോർവെൽ ആയിക്കോട്ടെ അതിന് 3 വയറാണ് ലീഡ് വയറായിട്ട് പുറത്തേക്ക് വരുന്നത്. അതായത് ഫേസ്, കപ്പാസിറ്റർ, ന്യൂട്രൽ, അങ്ങനെ 3 വയറുകളാണ് ഒരു പമ്പിൻ്റെ ലീഡായിട്ട് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ശക്തി ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പമ്പിന് 2 വയറേ ഉള്ളൂ, ഫേസും ന്യൂട്രലും മാത്രം. ഇത് ബോർവെൽ പമ്പുകളെ സംബന്ധിച്ചൊരു പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കമായിരിക്കാം. അതും അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ആദ്യം നമുക്ക് ആ പമ്പ് പുറത്തെടുക്കാം. ഇപ്പോൾ 1 HP വരുന്ന ഈ പമ്പിൻ്റെ ഹെഡ് റേഞ്ച് എന്ന് പറയുന്നത് 65 മീറ്ററാണ് കമ്പനി സ്പെസിഫൈ ചെയ്യുന്നത്. പക്ഷേ 70 മീറ്റർ വരെ നല്ല ഡിസ്ചാർജിൽ ഈ പമ്പ് നമുക്ക് വെള്ളം തരുന്നതാണ്. ആ 70 മീറ്റർ വരെ സ്വന്തമായിട്ട് ഡിസ്ചാർജ് കിട്ടുന്ന ഒരു പമ്പാണ്. ഇതിനൊപ്പം കമ്പനി 65 മീറ്റർ കേബിൾ തരുന്നുണ്ട്, 1 സ്ക്വയറിൻ്റെ കേബിളാണ്. അപ്പോൾ ഇതിൻ്റെ വളരെ കറണ്ട് കൺസംഷൻ കുറഞ്ഞ ഒരു പമ്പായിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള പമ്പാണ്. ഇതിന് കമ്പനി പറഞ്ഞിരിക്കുന്ന ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 ആണ് മാക്സിമം കറണ്ട് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ 1 സ്ക്വയറിൻ്റെ കേബിളാണ് നമുക്ക് 65 മീറ്റർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 65 മീറ്റർ ഇത് 6.5 ആംസ് ആകുമ്പോൾ ധാരാളം മതിയാവും 65 മീറ്ററിന്. അതുപോലെ കമ്പനി ഇതിന് അതിൻ്റെ ഒരു സ്വിച്ചിങ്ങിൻ്റെ ഒരു ഐസൊലേറ്ററും ഇതിൻ്റെ ഒപ്പം തന്നെ തരുന്നുണ്ട്. റെസിൻ ഫിൽഡാണ് ഈ പമ്പെന്നാണ് പറഞ്ഞത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മോട്ടർ നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിലെത്തി. ഓൺ ചെയ്യാൻ പോവാണ്. ഓൺ ചെയ്തേ. ഇപ്പോൾ എത്രയാണ് സ്റ്റാർട്ടിങ് കറണ്ട് കാണിക്കുന്നത്? 4.8 4.7. അപ്പോൾ നമ്മുടെ പ്രഷർ ഗേജിൽ ലോഡൊന്നും കാണിക്കുന്നില്ല, ഫുൾ ഓപ്പണിംഗ് ആണ് മോട്ടർ. അപ്പോൾ 4.7 ആണ്. 4.7 4.8 എന്നുള്ള റേഞ്ചിലാണ് അവിടെ കറണ്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മോട്ടർ ഒരു 2 kg പ്രഷറിലേക്ക്
ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ആംബിയർ റേറ്റിംഗ് എങ്ങനെ? അപ്പോൾ ഇത് ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇമ്പളറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് തോന്നുന്നത്. അതുകൊണ്ട് ഒരു ആംബിയർ കൂടുതൽ കാണിക്കുന്നുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്ത് വീണ്ടും ഞാനൊരു 4 kg പ്രഷറിലേക്ക് അതിനെ കൊടുത്തു. അപ്പോൾ ഇപ്പോഴോ 5.8 അതായത് 40 മീറ്റർ ഉയരത്തിൽ വെള്ളം എത്തുന്ന ഒരു പൊസിഷൻ. ഇപ്പോൾ 60 മീറ്റർ കമ്പനി പറയുന്ന 65 മീറ്ററിൽ റേഞ്ചിലാണ് ഇപ്പോൾ 6 kg പ്രഷറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 5.2 ആംബിയറാണ് ഇപ്പോഴത്തെ റീഡിങ് കിട്ടുന്നത്. ഇനി നമുക്ക് മാക്സിമം നോക്കാം എത്ര വരുമെന്ന്. മാക്സിമം 8 kg പ്രഷർ വരെയാണ് മോട്ടർ. 8 kg ആകുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ അളവ് തീരെ കുറഞ്ഞു. അതായത് ഒരു 80 മീറ്റർ ഉയരത്തിൽ വെർട്ടിക്കൽ ഹൈറ്റിൽ ഇതേ അളവിലായിരിക്കും ഈ പമ്പ് വെള്ളം തരുന്നത്. അപ്പോൾ ഇപ്പോൾ ആംബിയർ തീരെ ഇല്ലാതായി 3.8ലേക്ക് വളരെ ആംബിയർ താഴ്ന്നു. ഇതിൻ്റെ ഒരു നോർമൽ ഡിസ്ചാർജ് റേറ്റ് എന്ന് പറയുന്നത് 70 മീറ്ററാണ്. 70 മീറ്ററിൽ അത്യാവശ്യം ഡിസ്ചാർജ് കിട്ടും. മാക്സിമം കമ്പനി 65 പറയുന്നത്. 65 കമ്പനിയുടെ റേഞ്ച് പറയുന്നത്. അതായത് ഈ റേഞ്ച് ഈ റേഞ്ചിൽ ഒരു 1200 ലിറ്റർ വെള്ളമൊക്കെയാണ് കമ്പനി പറയുന്നത് 1 മണിക്കൂറിൽ. ഇതിന് മുകളിൽ നമുക്ക് ഇത് 75 മീറ്റർ വരെ ഉള്ള ഉയരത്തിൽ ഈ പമ്പ് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നല്ല ഡിസ്ചാർജ് ഉണ്ട്. പൈപ്പിൽ നല്ല പ്രഷറിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു 50 മീറ്റർ റേഞ്ചിലാണ് ഇപ്പോൾ ഈ പമ്പ് വർക്ക് ചെയ്യുന്നത്. 50 മീറ്റർ റേഞ്ചിൽ 5 kg പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. 5.7 ആംസ് ലോഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഏത് മോട്ടറുകൾ വെച്ച് നോക്കിയാലും കറണ്ട് കൺസംഷൻ ഈ മോട്ടറിന് വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഒരു നോർമലി ഒരു വാട്ടർ കൂൾഡ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആംസ് താഴെ ഒരിക്കലും റൺ ചെയ്യാറില്ല. എബോവ് 6 ആംസ് റൺ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് വെച്ചാൽ കറണ്ട് കൺസംഷൻ ഈ പമ്പുകൾക്ക് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിനായിട്ട് ഒരു സാധാ ഒരു എക്സ്റ്റൻഷൻ ബോക്സിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോട്ടർ ഇപ്പം കണ്ടല്ലോ 5 ആംസ് ആണ് ലോഡ് എടുക്കുന്നുള്ളൂ. ഇതൊരു സാധാ നമുക്ക് ഒരു പ്ലഗിൽ നിന്ന് വേണേൽ അഡപ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. 1.5 ഇൻപുട്ട് വയർ കൊടുത്താൽ ധാരാളം മതിയാവും. കാരണം സ്റ്റാർട്ടിംഗ് കറണ്ട് വരെ 10 ആംസേ വരുന്നുള്ളൂ. മറ്റേ ഒരു നോർമലി ഒരു പമ്പ് വരുന്നത് 15 ആംസ് 16 ആംസ് സ്റ്റാർട്ടിംഗ് കറണ്ട് വന്നിട്ടാണ് അത് ഡൗൺ ആയി 6ലേക്കോ അല്ലെങ്കിൽ 10 ആ റേഞ്ചിലേക്ക് വരുന്നത്. ഈ ടൈപ്പ് പമ്പുകൾ 4 വേരിയൻറ്റുകളിലാണ് വരുന്നത്. 1 HP, 1.5 HP, 2 HP, 3 HP. 3 HPയുടെ തന്നെ ഈ ടൈപ്പ് അതൊരു വളരെ സാധാരണ പമ്പിൽ സംബന്ധിച്ച് 3 HP പമ്പുകൾ വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് വളരെ കറണ്ട് കൺസംഷൻ കൂടിയ ഒരു ഇതാണ്. ഈ ടൈപ്പ് പമ്പുകൾക്ക് മാക്സിമം 3 HPക്ക് വരുന്ന കൺസംഷൻ പറഞ്ഞിരിക്കുന്നത് 13 ആംബിയർ 14 ആംബിയർ റേഞ്ചേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ശക്തി പമ്പിൻ്റെ ഈ 2 വയർ മാത്രം വരുന്ന ഈ ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പ് ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന ബോർവെൽ മാർക്കറ്റിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊരു പ്രൊഡക്റ്റ് ഇന്ന് വരെ ആരും ലോഞ്ച് ചെയ്തിട്ടില്ല. ഇങ്ങനെയൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന പെട്ടെന്ന് മറ്റൊരു കമ്പനികൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയും മറ്റു കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു മാറ്റം എന്തായാലും ഈ പറഞ്ഞ ബോർവെൽ മേഖലയിൽ കൊണ്ടുവരും. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ കണ്ട പോലെ തന്നെ ഇൻസ്റ്റലേഷൻ. ഇപ്പോൾ ബോർവെൽ പമ്പുകൾക്ക് മെയിനായിട്ട് വരുന്നൊരു കോംപ്ലിക്കേഷൻ അതിൻ്റെ പാനലും അതിൻ്റെ കേബിൾ ജോയിൻ്റ് അടിക്കുക അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ഓൾറെഡി കമ്പനി തന്നെ വയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ജോയിൻ്റ് അടിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട്. 65 മീറ്റർ വരുന്ന കേബിളിൻ്റെ ലെങ്ത്ത് ഇതിലുണ്ട്. അത് കൂടാതെ പാനലിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇനിയുള്ളതൊരു പ്രൈസ് റേഞ്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു മോട്ടറിന് മോട്ടർ വേണം, അതിൻ്റെ പാനൽ ബോർഡ് വേണം, നമ്മൾ സെപ്പറേറ്റ് കേബിൾ വാങ്ങണം. ഈ 3 എണ്ണം കൂടി വരാൻ നേരത്ത് ആവറേജ് ഇപ്പോൾ ഒരു 1 HPയുടെ പമ്പ് നോക്കിയാൽ എങ്ങനെയാണെങ്കിലും ബ്രാൻഡഡ് പമ്പുകൾ വരാൻ നേരത്ത് ഒരു 23,000 24,000 രൂപ വരെ ഈ 3 ഐറ്റംസിന് മാത്രമായിട്ട് വരും. നമ്മുടെ ഈ പമ്പ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമ്മുടെ ഈ ഫുൾ സിസ്റ്റം നമ്മൾ ഈ പറഞ്ഞ 3 സിസ്റ്റം നമുക്കൊരു 20,000 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഒരു എക്കണോമി രീതിയിലാണ് ഏറ്റവും നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൺസ്ട്രക്ഷനാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് അതിൽ വരുന്നത്. ഇതേപോലെ ഒരു പുതിയ പ്രോഡക്റ്റ് വരാൻ നേരത്തെ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഇതിൻ്റെ കൺസെപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ.
നമ്മൾ കണ്ട പോലെ തന്നെ ഇത് മാക്സിമം 1 HP സാധാരണ ഒരു പമ്പ് 6 ആമ്പിയർ 7 ആമ്പിയർ കറണ്ട് എടുക്കുമ്പോൾ ഇത് ആവറേജ് ഒരു 5.5 നല്ല നമ്മുടെ നോർമൽ ഒരു റണ്ണിങ് കണ്ടീഷനിൽ അതിൻ്റെ ലോഡ് വരുന്നുള്ളൂ. കൂടാതെ ഒരു 5 സ്റ്റാർ റേറ്റഡ് പമ്പുമാണ്. അപ്പോൾ കൺസപ്ഷനെ കുറിച്ചുള്ളൊരു സംശയമേ വേണ്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ ശക്തിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പുകളെ കുറിച്ചുള്ള ഒരു കൺസ്ട്രക്ഷൻ വൈസ് ഉള്ള ഒരു കൺഫ്യൂഷനും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും ഇത്. അപ്പോൾ തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസെല്ലാം ലൈക്ക് ചെയ്യുക, ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്